എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നേ ഞാൻ കുറച്ച് പോർക്ക് ഇറച്ചി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വയ്ക്കാം. നമ്മളൊരു തട്ടുകട സ്റ്റൈലിലാണ് വയ്ക്കുന്നത് കേട്ടോ. നമുക്കപ്പോൾ വയ്ക്കല്ലേ. പൂസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് വേണ്ടത് 1 കിലോ ഇറച്ചി നമ്മൾ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കൂടി നേരത്തെ തിരുമ്പി വെച്ചിട്ടുണ്ടായിട്ടാ. ഇത് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഒരു 1.5 കൊട്ട എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക് കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇത് കുരുമുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചുവന്നുള്ളി കേട്ടോ കൂടുതൽ എടുത്തേക്കണ്. സബോള കുറച്ചെടുത്തുള്ളൂ, പിന്നെ വേപ്പില ഒരു 5-6 തണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മസാല പൊടി എടുത്തിട്ടുണ്ട്, നാളികേരക്കൊത്ത് കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിതിൽ നേന്ത്രക്കായ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് കുറച്ചിടാം. ആദ്യം നമുക്ക് നേന്ത്രക്കായ ഒന്ന് വേവിച്ചെടുക്കാം. നേന്ത്രക്കായയിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കേട്ടോ, എന്നിട്ട് വേവിക്കാം. ഇതിൻ്റെ ഇവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. വെറുതെ നമുക്ക് ഇറച്ചിയിലേക്ക് വേണ്ട ഐറ്റംസ് ശരിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില കേട്ടോ. ഇനി നമുക്ക് ആ ഉള്ളിയും സബോളയും ചേർത്ത് കേട്ടോ. വേപ്പില കുറച്ചുകൂടി ഇടാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കായ വേവായിട്ട് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് നോക്കി നോക്കാം. വേവായിട്ട് കേട്ടോ. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ കുറച്ചുകൂടിയും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാകം അതിൻ്റെ കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി നാളികേരക്കൊത്തൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വേപ്പിലിടാം. ഇപ്പോൾ ആകാൻ ഇത് നമുക്ക് ഇറച്ചിരിക്കിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. ഇറച്ചി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലേക്ക് ആ കായ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ നെയ്യ് കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയ്യൊക്കെ കായാമലേക്ക് കറക്റ്റായിട്ട് പിടിച്ചോളും. മുളകൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ. എരിവ് ലേശം കുറവുണ്ട്. കുറച്ച് കുരുമുളക് കൂടി ഇടാം. നമ്മുടെ പോർക്ക് ഇറച്ചി റെഡി ആയിട്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിരിക്കുക, ചോറിലൊക്കെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴപ്പമില്ല കേട്ടോ, എല്ലാം കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ വെച്ച പോർക്കിറച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.